ഈ പോസ്റ്റർ ആദ്യം ഇറങ്ങിയപ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഗ്രേസ് ഇത് മറ്റേ ഹാപ്പി വെഡിങ്ങിൽ ആ ഹ്യൂമർ ചെയ്ത കുട്ടിയല്ലേ, ഇവരെങ്ങനെ ഫഹദിന്റെ കൂടെ പിടിച്ചു നിൽക്കും? അത് ജെന്യുവൻലി അന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ആ കുട്ടി പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഈ കുട്ടിയെ എന്തിനാ കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇപ്പോൾ ഗ്രേസ് കയറി വരുന്ന സമയത്ത്, കാർ പറക്കിയത് കയറി വരുന്ന സമയത്ത് നമ്മുടെ താഴത്ത് അക്കൗണ്ട്സിലിരിക്കുന്ന രണ്ട് കുട്ടികളുണ്ട്. അവർ ചോദിച്ചത് ഇതൊരു കുമ്പളങ്ങിയിലെ ഫഹദിന്റെ ഭാര്യയല്ലേ? ഗ്രേസ് അല്ലേ മറ്റേ ഏത് ടൈപ്പ് ചേട്ടനാണെങ്കിലും ഡയലോഗ് പറയുന്നത് ചേച്ചിയല്ലേ എന്നാ പറയുന്നത്. അത് വല്ലാത്തൊരു ഗ്രാഫാ, അത് വല്ലാത്തൊരു ഗ്രോത്താ. ഈ കുമ്പളങ്ങി കൈ കിട്ടുമ്പോഴേ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഇത് എൻ്റെ ഒരു ഡു ഓർ ഡൈ ആണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ കരിയർ ചേഞ്ച് ആണ്, ഇവിടെ ഞാൻ വർക്ക് ചെയ്യണം, അതുണ്ടായിരുന്നോ 2019? ഇല്ല. കാരണം ഞാനൊരു പൊട്ടിക്കുട്ടിയായിരുന്നു ആ സമയത്ത്. നമുക്ക് അതിന്റെ വലിപ്പം അറിയില്ല, സീരിയസ്ലി അതിന്റെ വലിപ്പം അറിയില്ല. ശ്യാമേട്ടൻ വിളിക്കുന്നു, അന്നേരം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാം ഡാൻസ് ടീച്ചറായിട്ട്. അപ്പം അവിടെ നിന്ന് ലീവ് കിട്ടുന്നതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. അപ്പം ഞാൻ പോയിട്ട് ചോദിച്ചു എനിക്കിങ്ങനെ ലീവ് തരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ലീവ് എടുത്തു. അങ്ങനെ പോയി എന്നോട് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ ഓഡീഷൻ കൈൻഡ് ഓഫ് തിങ് ആണ്, വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെന്നു, പാരൻസ് ഒക്കെ ആയിട്ടാണ് ചെന്നത്. കാരണം എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യം ഓഡീഷൻ പോയേക്കണത് ഹാപ്പി വെഡിങ്ങിൻ്റെയാണ്, പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഓഡീഷന് പോണേ. അപ്പോൾ അങ്ങനെ ചെന്നു. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, നല്ല സുന്ദരികളായ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി, ഞാൻ ഇപ്പോൾ എന്ത് പെർഫോം ചെയ്യുമെന്ന് ഒന്നും അറിയാൻ പാടില്ല. അപ്പം ചെന്നു, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഓഡീഷൻ ക്ലിപ്പ് യൂട്യൂബിൽ കിടപ്പുണ്ട്, കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഭയങ്കര നെർവസാണ് ചെന്ന്, കാരണം നമ്മൾ കാണുന്ന ഫിഗേഴ്സ് എല്ലാം വലിയ വലിയ ഫിഗേഴ്സാണ്. ദിലീഷേട്ടൻ, ശ്യാമേട്ടൻ, മധുവേട്ടൻ, ഉണ്ണിച്ചേച്ചി, ചേച്ചി. അപ്പം ഇവരെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഓക്കെ, ഞാൻ ഉറപ്പിച്ച് എനിക്ക് കിട്ടത്തില്ല, ഞാൻ ഉറപ്പിച്ച് ഞാൻ അങ്ങനെ പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഓരോ ക്ലിപ്സ് അല്ലെങ്കിൽ ഓരോ ഇത് കഴിയും തോറും ഇവരെന്തോ എന്നിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇവരെന്നെ കളിയാക്കാൻ വേണ്ടി പിന്നെ വിളിക്കുന്നതാണോ എന്നാണ് എൻ്റെ മനസ്സിൽ പോണത്. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ അറിയാത്ത പല സംഭവങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് വരുവാണ് നാച്ചുറൽ ആയിട്ട്. കരയണമെങ്കിൽ നമ്മളങ്ങ് കരയുക, ചിരിക്കണമെങ്കിൽ നമ്മളങ്ങ് ഉള്ളു തുറന്ന് ചിരിക്കുക. അപ്പൊ അതിനൊരു ഇൻസിഡന്റ് ലൈഫായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഇവര് നമുക്ക് തരുന്നൊരു ഹിന്റ് ഉള്ളൂ. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മളങ്ങനെ അതിനകത്തേക്ക് അങ്ങോട്ട് ഇന്നാവുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അതിനകത്ത് കണ്ടാലറിയാം ഗ്രേസിന് വെൽക്കം ടു കുമ്പളങ്ങി നൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ സീരിയസ്ലി ഇവര് എനിക്കത് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഈ പൊട്ടിക്കുട്ടിയുടെ അങ്ങേ അറ്റത്തേക്ക് ഞാൻ എത്തിപ്പോയി. അങ്ങനെ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ചെല്ലുന്ന മുകളിലേക്ക്, മധുചേട്ടൻ മുകളിലിരിക്കുവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ക്യാരക്ടർ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് നേരെ മുകളിലേക്ക് വന്നു. അപ്പോൾ ഒരു ബാൽക്കണിയിൽ ചേട്ടൻ ഇരിക്കുവാണ്, ഞാൻ അടുത്തേക്കില്ല. അപ്പോഴും ഞാൻ ചേട്ടൻ ഞാനുണ്ടോ എന്നാണ് ചോദിക്കണം. അപ്പോൾ ഗ്രേസ് ഉണ്ട്, ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് എനിക്ക് ക്യാരക്ടർ ഫുള്ളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുവാണ്, ഇങ്ങനെ ഫഹദ് അഭിനയിക്കുന്നത്. അപ്പം സീരിയസ്ലി ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോരുന്ന വഴി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് സിനിമ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഇതെനിക്ക് കിട്ടിയെന്നുള്ളത്. ലൊക്കേഷനിൽ ചെല്ലണ വരെ ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഇതെനിക്ക് കിട്ടിയെന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു വലിപ്പം നമ്മൾ കാണുന്നത്. കാരണം അത്രയും നാളും അഭിനയിച്ച സിനിമകൾ പോലത്തെ ഒരു സെറ്റ് ആയിരുന്നില്ല അത്. എല്ലാവരും ഫാമിലി പോലെ, ഒരു വലിപ്പ ചെറുപ്പം അവിടെ ഇല്ല. പിന്നെ അഭിനയിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് അഭിനയിക്കുവാന്ന് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് പണിയെടുക്കുന്ന ഫീലില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കനം ഫീൽ ചെയ്യണമല്ലോ. ഇത് ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തോ, ഇതാണ് ഡയലോഗ്, അങ്ങ് പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് തിയേറ്ററിൽ വന്നിട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ അഭിനയിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നന്നായത്. ശരിക്കും അങ്ങനെ അഭിനയിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നന്നായത്. സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ എൻ്റെ പോഷൻ കണ്ടില്ല, ഞാൻ കണ്ണടച്ചിരിക്കുമായിരുന്നു. സ്റ്റിൽ എല്ലാ ദിവസവും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. അപ്പോഴും അമ്മയുടെ കണ്ണ് നിറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായതും. പിന്നെ ഞാൻ വിളിച്ചിട്ട് മച്ചാനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്നുള്ളത്. പറന്നുപോവും എനിക്ക് അതുപോലെ തന്നെയാണ്. സ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്ന അതേ ഫീൽ തന്നെയാണ് പറന്നുപോവ് ചെയ്തപ്പോഴും. കാരണം പുതിയൊരു ഇൻഡസ്ട്രിയാണ്, പുതിയ സെറ്റ് ഓഫ് ആൾക്കാരാണ്, അറിയാത്ത ഒരു അറ്റ്മോസ്ഫിയർ. അപ്പൊ ഈ ബിഗ് നെയിംസ് എല്ലാം കണ്ട് നമ്മൾ തിയേറ്ററിൽ ചെന്നിട്ട് അവിടെ നിന്നുള്ള ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ അവിടെ കുമ്പളങ്ങിയിൽ ഞാൻ ഇരുന്ന് കണ്ട അതേ ഫീൽ തന്നെ എനിക്ക്. അപ്പോൾ ഞാൻ റാം സാറിനോട്, സാർ ഇത് ഇത്രയും വലിയ പടമൊന്നും ഞാൻ വിചാരിച്ചില്ല, എനിക്ക് അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു
സ്ഥലത്ത് ചെല്ലുമ്പോഴോ അതിന്റെ പെട്ടെന്നൊരു സാധനം കിട്ടിയെന്ന് വരില്ല. കുറച്ച് കഴിയുമ്പോഴല്ലേ നമ്മൾ ഇവർ ഇതായിരുന്നല്ലേ. അതെ, പ്രോസസ് ചെയ്യാൻ നമ്മൾ എടുക്കും. ചില ആൾക്കാർ വന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ പേര് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് ആളെ മനസ്സിലായില്ല, ഇത് ഇന്ന ആളാന്ന് പറയുമ്പോൾ അയ്യോ ഇല്ലേ, ആ സാധനം കിട്ടൂലേ. അതെനിക്ക് അടിക്കണം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം കുമ്പളങ്ങി എന്ന് പറയുന്നത് എനിക്ക് ആഫ്റ്റർ റിലീസാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫ് മാറിയത്. ഓൺലി ബിക്കോസ് ഓഫ് കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് റിലീസ് കഴിഞ്ഞിട്ടാണ്. കേട്ടിട്ടുണ്ട് ഒരു സീനിന് മുമ്പ് ഇവർ കുറെ ഫീഡ് തരും, കുറെ പറഞ്ഞു തരും. ചിലപ്പോൾ ആ പടത്തുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതായിരിക്കും, പക്ഷെ അത് ഇന്റേണലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സീൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതെങ്കിലും പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ പറയും. ഏതെങ്കിലും ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. അതായത് ഈ ഓഡിഷൻ ടേപ്പ് തൊട്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സിനെയും കൊണ്ടുവന്നത്. ഇവർക്ക് റിഹേഴ്സൽ അല്ലെങ്കിൽ ആ ടീമിന് ഭയങ്കര റിഹേഴ്സൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെ ആ ഒരു സെറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മളെ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങ് വിടും. അതായത് അവിടെ നമുക്ക് ക്യാരവൻ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ തന്നെ ആ ചുറ്റുവട്ടത്ത് തന്നെ നമ്മളുണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കതൊരു സെറ്റ് പോലെ ഫീൽ ചെയ്യണില്ല. നമ്മുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾ പോയി അഭിനയിക്കുന്നു, അത് തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. 6 to 6 ആയിരുന്നു ഷൂട്ട്. അപ്പം നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇവർ തമ്മിലൊരു ഡിസ്കഷൻ ഇങ്ങനെ ഉണ്ടാവും. 3-4 പേര് കൂടി, ഡയറക്ടർ, ക്യാമറമാൻ, റൈറ്ററൊക്കെ കൂടിയിട്ട്, ചിലപ്പോൾ ആക്ടേഴ്സും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിയിട്ട് ആക്ടേഴ്സുമായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ശ്യാമേട്ടൻ അങ്ങ് മൂലയ്ക്ക് മാറിപ്പോയി ഒരു ബോർഡുമായിട്ട് ഇരുന്നിട്ട് ഡയലോഗ്സ് എഴുതുന്നു. എഴുതിയിട്ട് ഇതെല്ലാം പട്ടപ്പട്ടേന്ന് നടക്കുന്നത്. എഴുതിയിട്ട് വരുന്നു, എന്നിട്ട് ആ സംഭവം ഇങ്ങനെ കാണിച്ചു തരും, ഇതാണ് ഡയലോഗ്. അപ്പം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന പോലെ അങ്ങ് പറഞ്ഞോ, അത്രയേ ഉള്ളൂ. പക്ഷെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്കിത് ഭയങ്കര പുതുമയായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. അത് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഒരാൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതല്ല. അതേ മൈൻഡ് സെറ്റിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ വിഷ്ണു തയ്യാറായാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ടീം ആയതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആക്ടേഴ്സും അതുപോലെ അവരുടെ കൂടെ നിന്നു. അല്ലെങ്കിൽ അവർ ചെയ്യണ കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഞങ്ങളെ കൂട്ടാമോ എന്നുള്ള രീതിയിൽ അങ്ങോട്ട്, അങ്ങനത്തെ ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവിടെ നടന്നത്. അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മാത്യുവിനെ ഇവർ ഭയങ്കരമായിട്ട് ഗ്രൂം ചെയ്ത് ശരിക്കും ഇങ്ങനെ മറ്റേ കൊക്കൂണിന്ന് ഒരു ബട്ടർഫ്ലൈ പറക്കുന്ന പോലെയായിരുന്നു മാത്യുവിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും. കാരണം ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ മാത്യു കൊടുത്ത ഒരു സംഭവമല്ല, സിനിമ തീർന്ന് മാത്യു ആസ് എൻ ആക്ടർ ഓരോ റിയാക്ഷൻ കൊടുക്കുമ്പോഴും നമുക്ക് അവൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു ആക്ടറിനെ ഇവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു രീതി നമുക്ക് നമ്മളെ പേഴ്സണലി മനസ്സിലാവും. പക്ഷെ ഒരു കുട്ടി അങ്ങനെ മാറുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക്. എസ്പെഷ്യലി ലാസ്റ്റ് ഇതൊക്കെ ഇല്ലേ, ഇവർ വല എറിഞ്ഞിട്ട് ഫാഫേനെ ഷമീനെ പിടിക്കുന്ന പരിപാടി. അപ്പം അന്ന് ഞങ്ങൾക്ക് ഷൂട്ടില്ല, എനിക്കും അന്നയ്ക്കും ഷൂട്ടില്ല. ഞങ്ങളെ കട്ടിൻ്റെ അടിയിൽ ഇട്ട് ശരിയാക്കി ഞങ്ങളെ പറഞ്ഞു വിട്ടു. അപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് പോവാൻ തോന്നുന്നില്ല, കാരണം ഞങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവരെടുക്കുന്ന പ്രിപ്പറേഷൻ, അതായത് ഫൈറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഫൈറ്റ് അല്ല. നമ്മൾ കുറച്ച് നാൾ കൂടി മലയാള സിനിമയിൽ പരീക്ഷിക്കാത്ത രീതിയിലുള്ള ഫൈറ്റിംഗ് സീക്വൻസ് ആണ് കുമ്പളങ്ങിയിൽ പരീക്ഷിച്ചത്.